അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി അവർ പോയിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു. വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത്. അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയും അതുപോലെ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്ന് മാപ്പ് പറയണമെന്നോ അല്ല പരസ്യമായിട്ട് മാപ്പ് പറയണം എന്തൊക്കെ കേട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ദിയ ഫാത്തിമ മോൾക്ക് വേണ്ടി പൊരുതുന്ന ജുനൈദ് നമ്പിലത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്ത ഒരു വീഡിയോക്കുള്ള റിയാക്ഷൻ ആണ്. എന്താന്ന് വെച്ചാല് ജുനൈദ് നമ്പിലത്ത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാണ്. അദ്ദേഹം കുറച്ചധികം വർഷങ്ങളായിട്ട് ദിയ ഫാത്തിമ മോളെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരാളാണ്. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. പോലീസ് എത്തിപ്പെടാത്ത പല സ്ഥലങ്ങളിലേക്കും പല നിഗമനങ്ങളിലേക്കും പല ഹിന്റുകളിലേക്കും ജുനൈദ് നമ്പിലത്തിന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത്. പോലീസ് വിട്ടുപോയ പല ക്ലൂകളിൽ നിന്നുമാണ് ജുനൈദ് നമ്പിലത്ത് തുടങ്ങിയത്. അങ്ങനെ ജുനൈദ് നമ്പിലത്ത് ഇതിന്റെ ഓരോ സത്യാവസ്ഥകൾ ഓരോരോ വീഡിയോകളിലായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് യൂട്യൂബിൽ നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കഴിഞ്ഞ വീഡിയോക്കകത്ത് ജുനൈദ് നമ്പിലത്ത് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ദിയ ഫാത്തിമ മോളുടെ വീടിനടുത്തിരിക്കുന്ന ഒരു വീട്, ആ വീട് കുറച്ച് സ്ട്രേഞ്ച് ആണ്. ആ വീടിനകത്തുള്ള കുറച്ച് ആളുകളുടെ പെരുമാറ്റങ്ങൾ, അവർക്ക് ദിയ ഫാത്തിമ മോളുടെ വീടുമായിട്ടുണ്ടായിരുന്ന കുറച്ചധികം പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും അതുപോലെ തന്നെ ദിയ ഫാത്തിമ മോൾ നഷ്ടപ്പെട്ട ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്ന അവരുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ജുനൈദ് നമ്പിലത്ത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ജുനൈദ് നമ്പിലത്തിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ഒരു വീട്ടുകാർ ജുനൈദിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചു എന്നും മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞങ്ങൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി തന്നു, അതുപോലെ എങ്ങനെ എന്തൊക്കെയോ ജുനൈദ് നമ്പിലത്തിനെതിരെ കേസ് കൊടുത്തിട്ട് ഇപ്പം അദ്ദേഹം സത്യം പറഞ്ഞാൽ പ്രശ്നത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി എന്നുള്ള സത്യത്തിൽ ജുനൈദ് നമ്പിലത്ത് ഈ ഒരു ഇഷ്യൂക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഹിൻഡുകൾ തേടിപ്പോയതായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഈ കേരളക്കാരെ മൊത്തത്തിൽ ഏറ്റെടുത്തൊരു കേസാണ് ദിയ ഫാത്തിമ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പം ഏതൊരു യൂട്യൂബർ ആകട്ടെ ദിയ ഫാത്തിമൻ്റെ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് ആണ്. കാരണം കേരളത്തിനകത്തുള്ള ഒട്ടുമിക്ക ആളുകളും ദിയ ഫാത്തിമ മോളെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ആ ഒരു അപ്ഡേഷൻ നിരന്തരം സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. ഓരോ വീഡിയോ ഇടുന്ന സമയത്തും ദിയ ഫാത്തിമയെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ പ്രതീക്ഷയോടെ വന്ന് നോക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഒരു സംസാരം എത്തിക്കണം, ഈ ഒരു വിഷയം എത്തിക്കണം, ഇതൊരു ജനങ്ങളുടെ പ്രശ്നമാക്കി മാറ്റിയെടുക്കണം, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്നായിരിക്കും ആ മനുഷ്യന് വിചാരിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ജുനൈദിനെ നേരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ആ ഒരു ഫാമിലിയിലുള്ള ആൾ വിളിച്ചു വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്, പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജുനൈദ് പറയുന്നത് തന്നെ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് വന്നത്. അതായത് കുറേ ആളുകൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടായി, നമ്മളെല്ലാവരും ഒരുപോലെ ഒരേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഈ വീഡിയോയിലുണ്ട്. അത് ആർക്കും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു മാസമായില്ലേ, ഒരു മാസമാകാനായി. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരാളും പറഞ്ഞിട്ടില്ല. ഞാനത് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ പേര് എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അയാളെ ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു. അത് സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു 3 പേര് ഒരു റൂമിലിരിക്കുമ്പോൾ ആ ഫ്ലാറ്റിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ആ 3-ൽ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സംശയിക്കുക 2 പേരായിരിക്കും. ഒരുപക്ഷെ അത് കളഞ്ഞു പോയതായിരിക്കും, അയാൾ കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പോയതായിരിക്കാം. എങ്കിലും നമ്മൾ സംശയം പോകുന്നത് ആരിലേക്ക്? ആ 2 പേരിലായിരിക്കും. കാരണം അവരാണ് ആ കൂടെ ഉള്ളത്. നമ്മളവരെ സംശയിക്കും. പിന്നെ ആയിരിക്കും നമുക്ക് സത്യം മനസ്സിലാവണം എന്താ, ചിലപ്പോൾ അതിലൊരാളായിരിക്കും എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞ കുറച്ച് ആളുകൾ, കൂടുതൽ ആളുകളില്ല, 1-2 ആളുകൾ വളച്ചൊടിച്ച് കണ്ടു തമ്പനിയിൽ ഇടുമ്പോഴും അതൊക്കെ ഞാൻ പല പാട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് ദോഷം ചെയ്യും, അവരെ മാതാപിതാക്കൾക്ക് അത് അലോസരപ്പെടുത്തും, അവരെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി അവർ പോയിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു. വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത്. അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയും അതുപോലെ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്ന് മാപ്പ് പറയണമെന്നോ അല്ല പരസ്യമായിട്ട് മാപ്പ് പറയണം എന്തൊക്കെ കേട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ജുനൈദിനെ വളരെ മോശമായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മീൻസ് വിളിച്ച സമയത്ത് വളരെ പരുഷമായിട്ട് റൂഡായിട്ടാണ് സംസാരിച്ചതെന്ന് പറയുന്നു. നമുക്ക് ആ വീട്ടുകാരുടെ ഇമോഷൻസ് മനസ്സിലാക്കണം. സത്യത്തിൽ ഇവർ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജുനൈദ് ചെയ്തത് വലിയൊരു തെറ്റാണ്. കാരണം ഈ ഒരു സംശയാസ്പദമായ രീതിയിൽ ഒരു ഫാമിലിനെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. പക്ഷെ ജുനൈദിന് സത്യമായിട്ടുള്ള ചില ക്ലൂസ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടിയതുകൊണ്ടായിരിക്കാം ജുനൈദ് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞത്. അതല്ലാതെ വെറുതെ ഒരു ഫാമിലിനെ ഷെയ്മിങ് ചെയ്യാൻ ജുനൈദ് നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ശക്തമായ എന്തെങ്കിലും തെളിവ് അതിന് പിറകിൽ അവർക്ക് തോന്നിയിരിക്കാം. നമ്മൾക്കും അത് കേൾക്കുന്ന സമയത്ത് സത്യത്തിൽ ആ ഒരു കുടുംബത്തിനോട് നമുക്ക് സംശയാസ്പദമായ രീതിയിൽ നമുക്കും തോന്നും. പക്ഷേ അവർ പറയുന്നത് ഞങ്ങളെ ഷെയ്മിങ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ കേസ് കൊടുത്തത്. അത് അവരുടെ ഒറിജിനൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ പാളിച്ച തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ഇത്രയും നടക്കുന്ന സമയത്ത് ഇത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ജുനൈദ് നമ്പിലത്ത് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും ഇത് ജുനൈദിന് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജുനൈദ് വന്നിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുന്നിൽ വന്ന് മാപ്പ് പറയണം എന്നുള്ളതാണ്. ജുനൈദ് പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ മാപ്പ് പറയാൻ ഞാൻ എപ്പോഴും ദിയ ഫാത്തിമയുടെ കൂടെ തന്നെ ഉണ്ട്, ദിയ ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും ഞാൻ പരിശ്രമിക്കും എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനും സത്യത്തിൽ ജുനൈദിന്റെ വീഡിയോസ് ഒക്കെ കണ്ട സമയത്ത് ഇദ്ദേഹം റീച്ചിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കൂൾ ഗ്രേപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബർ എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ജുനൈദ് നമ്പിലത്തുമായിട്ട് വളരെ അടുത്ത സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല, അവരെ തമ്മിൽ നല്ല എന്താ പറയുക യൂട്യൂബ് ഈ കൂൾ ഗ്രേപ്പ് പറഞ്ഞതിന് ശേഷമാണ് നമ്പിലത്ത് തുടങ്ങിയതെന്നും അതുപോലെ തന്നെ അപ്ഡേഷൻസ് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ കൂൾ ഗ്രേപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം മേ ബി ശരിയായിരിക്കാം. കാരണം ഇത്രയും കാലം മീൻസ് ഏകദേശം വർഷങ്ങളായിട്ട് ജുനൈദ് ഇതിന് പിറകിലുണ്ട്. പക്ഷെ ഇതുവരെ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജുനൈദ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിന് പിറകിലുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പം ഇപ്പോഴാണ് ജുനൈദ് ഇതിലേക്ക് വന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം ഓക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്. പക്ഷേ ഇത് ക്രൈംബ്രാഞ്ചിലേക്കൊക്കെ എത്തിക്കാൻ, ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിലേക്കൊക്കെ എത്തിക്കാൻ ജുനൈദ് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലെല്ലാം സക്സീഡ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക ഇത്രയും വർഷക്കാലമായിട്ട് ഇദ്ദേഹം സൈലൻ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് വൈറലായി, അത് പ്രശ്നമായി അവരുടെ കുടുംബത്തിലേക്കൊക്കെ എത്തി, അവരതിന് കേസ് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇദ്ദേഹം എടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കോണ്ടന്റ് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം യൂട്യൂബേഴ്സ് ഇപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തോ ആയിരിക്കാം, പക്ഷെ യൂട്യൂബേഴ്സ് അത് പറയുന്ന സമയത്ത് അത് വേറെ എന്തൊക്കെയോ രീതിയിലേക്ക് ആവുന്നുണ്ട്. അത് ആയിരിക്കാം ഈ ഒരു പ്രശ്നത്തിലേക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള റീസൺ എന്ന് പറയുന്നുണ്ട്. നമ്പിലത്ത് പറഞ്ഞത് എന്താണോ അതിനെ വേറെ രീതിയിൽ മോഡിഫൈ ചെയ്ത് തംബ്നെയിൽസ് ഒക്കെ മാറ്റിയിട്ട് അത് വേറെ രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഡെഫിനറ്റ്ലി സോഷ്യൽ സ്പേസ് ആകുമ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഒന്നും ആരും പുറത്ത് പറയാറില്ല. പക്ഷേ ഇത് ദിയ ഫാത്തിമ ഈ ഒരു കേരളത്തിൻ്റെ മൊത്തം പ്രശ്നമായതുകൊണ്ടായിരിക്കും അദ്ദേഹം ലൈവിനകത്ത് വന്നിട്ട് നമ്മൾക്കെല്ലാം കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം തരുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ കോണ്ടന്റ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ റോങ് ആയിട്ട് അതിൻ്റെ തംബ്നെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ തംബ്നെയിൽസ് ഒക്കെ ആയിരിക്കാം ഇദ്ദേഹത്തെ ഈ ഒരു ട്രബിളിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ എനിക്ക് ചില യൂട്യൂബേഴ്സിനോട് മാത്രം പറയാനുള്ളത്, നിങ്ങൾ ഞാൻ എടുത്തു നോക്കി, അപ്പോൾ കണ്ടന്റ് ഒക്കെ പക്ക ഓക്കെയാണ്, നിങ്ങൾ നല്ലത് പറയുന്ന ആളുകളുണ്ട്. 1-2 ആൾ മാത്രം കുറച്ച് മോശമായിട്ട് കടന്നു പോയിട്ടുണ്ട്. അതായത് കുറ്റം തെളിയുന്നവരെ സംശയിക്കപ്പെടുന്നതായാലും ശരി, നായ പോയതായാലും ശരി, ആരും പ്രതികളല്ല, അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നായ കയറിയ വീട് എന്താ പോലീസ് അതിനെ അന്വേഷിച്ചില്ല? അതാണ് ഞാൻ ചോദിച്ചത്. പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം വളച്ചൊടിച്ചിട്ടാണ് അപ്പുറത്ത് ആളുകൾ പറഞ്ഞത്. ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ താഴെയുണ്ട്, എൻ്റെ താഴെയുള്ള പ്ലേ ലിസ്റ്റിലുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വീട്ടിലെ സ്ത്രീ വളരെ നല്ല സ്ത്രീയാണ്, നല്ല കുടുംബമാണെന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളോളം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ. അപ്പം ഞാൻ ഒരാളെയും മോശമാക്കിയിട്ടോ ഒരാൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലോ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ജുനൈദിന്റെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ ഒരു പാമ്പ് പോയി.
ഞാനത് പോസ്റ്റ് ഇട്ടു, എൻ്റെ വീട്ടിലൂടെ പാമ്പ് മുറ്റത്തിലൂടെ പോയിന്ന്. അത് അടുത്തൊരാൾ ഇടുന്നത്, ഒരു യൂട്യൂബർ ഇടുന്നത്, ജുനൈദിൻ്റെ വീടിനുള്ളിൽ പാമ്പ്. ഓക്കെ, കുഴപ്പമില്ല. അതിനപ്പുറത്ത് ആളിടുന്ന എന്താ, ജുനൈദിനെ പാമ്പ് കൊത്തി. പിന്നെ ഒരാളിടുന്നത് പാമ്പ് കടിയേറ്റ് ജുനൈദ് ചത്തു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് അവർക്ക് ദേഷ്യം വന്നു, അവരെ കുറിച്ച് മോശം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കിട്ടണം, ഒരമ്മയെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, 1-2 വ്യക്തികൾ മാത്രം ആത്മാർത്ഥമായി നിങ്ങൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കമ്പനിയിലൊക്കെ ഒഴിവാക്കുക. ആരെയും ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. നമ്മൾ പോലീസ് തെളിയിക്കട്ടെ കാര്യങ്ങൾ. നമ്മൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അതായത് സാഹചര്യ തെളിവുകളായിട്ട് നായ കുറച്ച് വീട്, എന്താ പോലീസുകാരനെ അന്വേഷിച്ചില്ല? മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്നാണ് FIR എഴുതിയത്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുതി? അന്നും നിങ്ങൾക്കറിയാതെ 1 വയസ്സ് 1.5 വയസ്സുള്ള കൊച്ചാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാണ് അതിൽ 2 വയസ്സെന്ന് എഴുതിയത്? അയൽവാസിയായ വീട്ടിൽ, 2ാമത്തെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു അവിടെ സെർച്ച് ചെയ്യാൻ, ഇവരോട് ചാടി കളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തേ പോലീസ് ഇനി അവരൊന്നും അന്വേഷിച്ചില്ല? സോഷ്യൽ മീഡിയക്കകത്ത് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരാൾ പറഞ്ഞത് വേറൊരു രീതിയിലായിരിക്കും മറ്റേ ആൾ പറയുക, അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടായിരിക്കും 3ാമത്തെ ആൾ പറയുക. അങ്ങനെ അത് മാറ്റി മറിച്ചു പോകും. പക്ഷെ അതിൻ്റെ സോഴ്സ് തിരഞ്ഞു പോകുമ്പോൾ പറഞ്ഞ ആൾ ചിലപ്പോൾ പറഞ്ഞത് വളരെ ജെനുവിനായിട്ട് കറക്റ്റ് ആയതായിരിക്കും. പക്ഷെ അത് 2ാമത്തെ ആളുടെ, അതായത് ആദ്യത്തെ ആൾ ചെയ്തു, 2ാമത്തെ ആൾ ചെയ്തു, 3ാമത്തെ ആൾ ചെയ്തു, 3ാമത്തെ ആൾ ചെയ്തത് 2ാമത്തെ ആളുടെ കേട്ടിട്ടായിരിക്കും, 4ാമത്തെ ആൾ ചെയ്യുന്നത് 3ാമത്തെ ആളുടെ കേട്ടിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സത്യം അവിടെ മാറിക്കിടക്കുകയാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, ദിയ ഫാത്തിമേൻ്റെ ഇഷ്യൂ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെയുള്ള ഇഷ്യൂസ് അറിയണം, അതുപോലെ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ കഴിഞ്ഞതിൽ ദിയ ഫാത്തിമനെ കണ്ടാൽ അറിയുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്പിലത്ത് പറഞ്ഞിട്ട് കൂൾ ഗ്രേപ്പ് അവിടെ പോയി ചെയ്തതാണ് എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ എന്തായാലും അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷകൾ നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ആയിരിക്കാം ഇപ്പം നമ്പിലത്തിന് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. എൻ്റെ ഒരു പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹം ചെയ്തത് കറക്റ്റ് ആയിരുന്നു ഉണ്ടെങ്കിൽ നമ്പിലത്തിൻ്റെ ഒരു ഉള്ളിലുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾ, ദിയ ഫാത്തിമയെ കുറിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ പിറകിലുണ്ടാവും. അപ്പം അതല്ല, ഇതൊരു കള്ളക്കേസാണ്, അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നിർത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തിനെ നശിപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം. നമ്പിലത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവസാനിക്കും. അപ്പോൾ എന്തായാലും ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കൂടെ ഉണ്ട് എന്നും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ.